അൺഎഡിറ്റഡ് ആണ്, മ്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യരുത്. താനാണോ സക്കറിയുടെ ഗർഭിണികളൊക്കെ എടുത്ത് തള്ളക്കി വിളിക്കുന്നത്? നാണമില്ല. ആസ്ഥ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ അല്ലേ, അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ. എന്നെ ഇടിച്ചു പരത്തും, അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും, അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും. ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. സംവിധായകനാണ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ്. ഞാൻ സിനിമയുടെ ഒന്നുമല്ല. എന്താ സംഭവിക്കാൻ എനിക്കറിയാം. എന്ത് സംഭവിക്കും? ആൾക്കാർ പറയും എന്നടാ മുട്ടാൾ. പിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല മൈരെ. നീ ഒറ്റ തന്നിട്ടുണ്ടെന്ന് നിന്റെ അക്കൗണ്ട് പറയാം. അല്പം ചട്ടം പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പറയണ മൈരെ, ധൈര്യമായിട്ട് പറയണ മൈരെ. നീ റെക്കോർഡ് ചെയ്തിട്ട് വിടറ മൈരെ. നീ വീട്ടുന്ന കാര്യം നീ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തങ്ങഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട് തങ്ങഞ്ഞാണ്ട അണ്ടി ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ വിടില്ല, നിന്നെ ഇടിച്ച് പണിയാക്കും. നീ ഇനി മേലെ റിവ്യൂ ഇടും. നീ ബെറ്റ് വെച്ചു, നീ ഒരു പാർട്ടിന് റിവ്യൂ ഇടുന്നു. ബെറ്റ് വെക്കുന്ന നീ എന്നോട് ചലഞ്ച് ചെയ്യടാ. നീ ഒരു റിവ്യൂ ഇടുവോ? നീ ഒരു പാർട്ടിന് റിവ്യൂ ഇടില്ല. ബെറ്റ് വെക്കുന്നു. നീ ഒരു പാർട്ടിന് റിവ്യൂ ഇടില്ല. ബെറ്റ് വെക്കുന്ന നീ ഒരു പാർട്ടിന് റിവ്യൂ ഇടുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നായിട്ടൊന്നുമില്ല. അന്ന് ഇടില്ല, ബെറ്റ് വെച്ചോ. നിന്റെ അപ്പം പറയുന്ന പോലെ നീ വെച്ചോ. നീ എനിക്ക് ഒരു പാർട്ടിന് റിവ്യൂ ഇടില്ല. കേട്ടോ മൈനെ, കാണിച്ചു നിനക്ക്. നീ വിചാരിക്കല്ലേ രക്ഷപ്പെടും. കമ്മീഷണർ ആരെ വേണേ നീ വിളിക്ക്, നമുക്ക് കാണാം. വിളിച്ചിട്ട് നീ നമ്മുടെയൊക്കെ എടുത്തിട്ട് അണ്ണാക്കിന് വെക്കുന്ന പോലെ ആവരുത് നീ തന്നെ. ഈ എല്ലാ റെക്കോർഡ്സും എന്റെ കയ്യിലുണ്ട്. എന്റെ കൂടെ 10 പേരുണ്ട്. എല്ലാരും കേട്ടോണ്ടിരിക്കുന്നത് ഷൂട്ടും ചെയ്തത് കേട്ടാ മൈനെ. അത്രയും കേട്ടാൽ അറയ്ക്കുന്ന, ആവർത്തിക്കാൻ പാടില്ലാത്ത മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത്. അനീഷ് അൻവർ എന്നാണ് സംവിധായകൻ്റെ പേര്. രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച്. റിവ്യൂ പ്രകോപിപ്പിക്കുന്ന പല ആളുകളുണ്ട്. വിമർശനം അങ്ങനെ ഈസി ആയിട്ടൊന്നും ആർക്കും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഇപ്പോൾ എന്നെ വിമർശിച്ച് കഴിഞ്ഞാലും ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഭാഷയ്ക്ക് ഒരു മിനിമം മര്യാദ വേണം. ആ മര്യാദ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നോടും കാണിക്കേണ്ടതായിരുന്നു. ബാക്കി ഓരോരുത്തരുടെ രീതികളാണ്. സോ താങ്ക് യു. മക്കളെ ഗെറ്റ് റെഡി.